ഈ മിസ്മീരി കപ്പിൾസിനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. യൂട്യൂബിൽ 5 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഫാമിലി വ്ളോഗാണ് ഈ പറയുന്ന മിസ്മീരി കപ്പിൾസ്. ഈ അടുത്ത ഇവര് വലിയ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മീസ്മീരി കപ്പിൾസിന് വീടുണ്ടാക്കാൻ അത്ര അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? മീസ്മീരി കപ്പിൾസ് തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. വാ കണ്ടോ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാനാണ് നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായി. സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ ബജറ്റിനുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ നോക്കണം. അതൊന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. അതെ, നമ്മൾ അസ്ട്രോ ടോക്കിൽ അഖില എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ചു, നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. എന്നിട്ട് ഒക്ടോബർ അവര് പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയം കിട്ടും. കറക്റ്റ് നമ്മള് ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പിലേക്ക് ഒരു സ്ഥലം കിട്ടിയത്. ഇതേപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ ചാർട്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇവരെന്തൊരു തോൽവിയാടാ. വീട് വെക്കാൻ ആരംഭിച്ച സമയത്ത് കുറെ പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോഴാണ് ആസ്ട്രോടാക്കിൽ ഏതോ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടത്. ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തതോടെ പിന്നെ എല്ലാം ചടപടേ. ഓരോരോ തട്ടിപ്പുകളെ. എന്നാലും എന്തിനാണ് എന്റെ മീസ്മീരികളെ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇവർക്ക് വീട് വെക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നത് ഈ ആസ്ട്രോ ടോക്കില് ചേച്ചി പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്തത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓ ലക്കാണ്. ഇവരുടെ കയ്യിൽ നല്ല പൂത്ത ക്യാഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും അടിപൊളി വീടുണ്ടാക്കാൻ പറ്റിയത്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് നല്ല സ്ഥലത്തിന് വേണ്ടി കുറെ തപ്പി നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇക്കാലത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കിട്ടാത്ത സ്ഥലം ഉണ്ടോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. വെറുതെ എന്തെങ്കിലും തട്ടി വിടന്നെ മക്കളെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നല്ലൊരു സ്ഥലം കിട്ടാൻ വേണ്ടി ഒരു കൊല്ലത്തോളം ഇവർ അരിഞ്ഞു തിരിഞ്ഞു പോലും. പക്ഷെ ആസ്ട്രോടോക്കിന് ചേച്ചി പറഞ്ഞ പ്രതിവിധികൾ ചെയ്തതോടെ അത്രയും കാലം കിട്ടാത്ത സ്ഥലം പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ച് വന്നു. എന്തൊക്കെ കേൾക്കണല്ലേ. കണ്ടാലറിയാൻ ചിട്ടയാണെന്ന് ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. അല്ലെ ലക്ഷങ്ങൾ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ആത്മാർത്ഥത കാണിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂല. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഈ ആപ്പ് തുടങ്ങിയവനെ സമ്മതിക്കണം. ഇജാതി കാഞ്ഞ ഐഡിയ തന്നെ അണ്ണ. ഇന്ത്യക്കാരെങ്ങനെ പറ്റിക്കണമെന്ന് ആശാന് നന്നായി അറിയാം. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.